ദിയ കൃഷ്ണ, കൃഷ്ണകുമാർ, ഓബയോസി, അതിലെ എക്സ് എംപ്ലോയീസ്, ദുരൂഹത. ഇതിൽ ദുരൂഹത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് പോയ ആളാണ് ഇവിടെ ദിയ കൃഷ്ണയുടെ ഫാമിലി. അവർ മുൻകൂർ ജാമ്യം തേടി കോടതി കയറി ഇറങ്ങുകയാണ്. ഒരു സൈഡിൽ കളവ് കാണിച്ചു എന്ന് നമ്മൾ സംശയിക്കുന്ന ഈ 3 ലേഡീസ് പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൻ്റെ മുന്നിൽ പോയി ഇരുന്നുള്ള കാത്തിരിപ്പ് ഇപ്പോഴും തുടരുന്നു. അവർ വക്കീലിൻ്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പോലീസുകാർ അവരുടെ മൊഴിയെടുക്കാനോ കാര്യങ്ങൾ ചോദിക്കാനോ ചെന്ന സമയത്ത് പിടികൊടുത്തില്ല. അവർ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങി. ഇതാണ് ഇവിടുത്തെ ദുരൂഹത എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടു കാണും, ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇതിൻ്റെ തെളിവ് വന്നിട്ടുണ്ടായിരുന്നു. CCTVയുടെ നിർണായക ദൃശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്റ്റാറ്റിക് വിഷ്വലാണ്. ഓക്കെ, ഇതിങ്ങനെ CCTVയിൽ എപ്പോഴും വീഡിയോ കാണിക്കുന്നത് പോലെ വന്നൊരു വീഡിയോ അല്ല. അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് എനിക്ക് തോന്നുന്നത് കൃഷ്ണകുമാർ ഈ പറഞ്ഞവരോട് കൈ ചൂണ്ടുന്നുണ്ട്, കയർത്ത് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. സ്റ്റാറ്റിക് ഫോട്ടോ പോലത്തെ സാധനം വീഡിയോ ആക്കിയത് കൊണ്ട് തന്നെ നമുക്കിതൊരു കംപ്ലീറ്റ് CCTV വിഷ്വൽ ആസ് യൂഷ്വൽ കാണുന്ന മാതിരിയല്ല. ആൻഡ് വോയിസും ഇല്ല, ഓഡിയോ ഇല്ല. ബട്ട് പോലീസ് കൺഫേം ചെയ്യുന്നുണ്ട് ഈ CCTV വിഷ്വലിൽ നിന്ന് എവിടെയും നിർബന്ധിപ്പിച്ച് തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വലിച്ച് വണ്ടി കയറ്റി ഇവരെ ദുരൂഹ സാഹചര്യത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് പോലീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കൃഷ്ണകുമാറിനെതിരെയും കുടുംബത്തിനെതിരെയും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിയിട്ടാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണാപഹരണം നടത്തി എന്ന 10 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 30-ന് നടന്ന സംഭവങ്ങളുടെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ മാസം 30-നാണ് കവടിയാറുള്ള ദിയ കൃഷ്ണകുമാറിൻ്റെ ഫ്ളാറ്റിലേക്ക് അവരുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ ഒരു ചർച്ചയ്ക്ക് വരുന്നത്. ആ ചർച്ചയ്ക്കായി വിളിച്ചു വരുത്തുമ്പോൾ കൃഷ്ണകുമാറും കുടുംബവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് വാക്കുതർക്കം ഉണ്ടാവുകയാണ്. ലോബിയിങ്ങിലെ ചർച്ചയിൽ വെച്ച് വാക്കുതർക്കം ഉണ്ടായപ്പോൾ അവിടുത്തെ കെയർടേക്കറും അസോസിയേഷൻ്റെ സെക്രട്ടറിയൊക്കെ ഇടപെട്ട ശേഷം അവിടെ വെച്ച് അങ്ങനെ ഒരു ഉച്ചത്തിലുള്ള സംസാരം പാടില്ല എന്ന് അറിയിച്ചതിന് ശേഷമാണ് അവർ മറ്റു സ്ഥലത്തേക്ക് അമ്പലമുക്കിലേക്ക് കൃഷ്ണകുമാറിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടേക്ക് തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി വെച്ച് പണം തട്ടിയെടുത്തു, ചെക്കുകൾ ഒപ്പിട്ട് വാങ്ങി എന്നാണ് കൃഷ്ണകുമാർ നൽകിയ പരാതിക്ക് ശേഷം ആ സ്ഥാപനത്തിലുണ്ടായിരുന്ന 3 ജീവനക്കാരികൾ നൽകിയുള്ള പരാതി. ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളതും പോലീസ് ശേഖരിച്ചതുമായിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെ വാഹനത്തിൽ കുടുംബമുണ്ടായിരുന്നു, മറ്റു സ്ത്രീകളുണ്ടായിരുന്നു, മറ്റു പെൺമക്കളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ 3 സ്ത്രീകളിൽ 2 പേർ അവർക്കൊപ്പം കയറി പോവുകയാണ് ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ ബലപ്രയോഗം നടത്തി അവരെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോയതായി കണ്ടിട്ടില്ല എന്ന് ഫ്ളാറ്റിലുണ്ടായിരുന്ന ജീവനക്കാരും ഒക്കെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പിന്നെ നേരെ കൊണ്ടുപോകുന്നത് അമ്പലമുക്കിലുള്ള കൃഷ്ണകുമാറിൻ്റെ സ്ഥാപനത്തിലേക്കാണ്. അവിടെ വന്നിറങ്ങുന്നതോ കയറിപ്പോകുന്നതോ പിന്നെ തുടർന്ന് ചർച്ച നടത്തുന്നതോ ആയിട്ടുള്ള CCTV ദൃശ്യങ്ങൾ അവിടെ നിന്നും ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പിന്നീട് ഈ ഇരു ഭാഗത്തിലുള്ള ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ പറയുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന്റെ മുമ്പാകെ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ, അതായത് ഈ പറയുന്ന സ്ത്രീകളെ ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി വച്ച് ഈ പണാപഹരണം നടത്തി എന്ന് ചുമത്തിയിട്ടുള്ള കുറ്റം തെളിയിക്കുമാറുള്ള ഒരു തരത്തിലുള്ള തെളിവുകളും ഇതിനകം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് സൂചന. അതേസമയം സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിൻ്റെ അതുപോലെ തന്നെ ഈ 3 ജീവനക്കാരുടെ ഒക്കെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധന നടന്നു വരികയാണ്. അവിടെ ഒരു പറയുന്ന പണം തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിലാണ് ഈ രണ്ടാമത്തെ ക്രൈമിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതാണ് CCTV വിഷ്വൽസ്. ഇതിനകത്ത് CCTV വിഷ്വൽസോ അല്ലെങ്കിൽ ബാക്കി വിഷ്വൽസോ കിട്ടുന്ന ഒരു അവൈലബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ദിയയുടെ ഫ്ലാറ്റിൻ്റെ അടിയിൽ നിന്നും, രണ്ടാമത് ഈ കൃഷ്ണകുമാറിൻ്റെ ഓഫീസിൻ്റെ ആജുബാജു അപ്പുറത്തും ഇപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമാണ് ഇവർക്കിത് കിട്ടാൻ ചാൻസ് ഉള്ളത്. ബിക്കോസ് കൃഷ്ണകുമാറിൻ്റെ സോ കോൾഡ് ഓഫീസിനകത്ത് ഇതില്ല, നമ്മുടെ CCTV ഇല്ല. അപ്പോൾ ഈ തൊട്ടടുത്തുള്ള കടകളിലോ വീടുകളിലോ ഉള്ളതും അത് കൃഷ്ണകുമാറിൻ്റെ ഓഫീസിന് വരുന്നുണ്ടോ, അല്ലാതെ ദിയ കൃഷ്ണയുടെ ഫ്ലാറ്റിനടിയിലുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഈ പെർട്ടിക്കുലർ CCTV വിഷ്വൽ. ഓക്കെ, അപ്പോൾ ഇനി ബാങ്ക് ഡീറ്റെയിൽസ് 2 ദിവസം ആവുമെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് ന്യൂസ് പേപ്പറിൽ വന്നൊരു കട്ടിങ് ഞാനിവിടെ വയ്ക്കാം. ആഭരണക്കടയിൽ സാമ്പത്തിക തട്ടിപ്പ്, പണം ജീവനക്കാർ മാറ്റിയെന്ന നിഗമനത്തിൽ പോലീസ്. ഓക്കെ,
ജീവനക്കാർ പണം ഏതൊക്കെ ആവശ്യത്തിന് ചെലവാക്കിയെന്നതിൻ്റെ തെളിവും പോലീസ് പരിശോധിക്കും. അതാണ് മെയിൻ കാര്യം. അതായത് ഇവിടെ വളരെ ക്ലിയറായിട്ട് ഇന്ന് പോലീസിന് കൃത്യമായ ഡീറ്റെയിലിംഗ് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ 3 പേരുടെ അക്കൗണ്ടിലേക്കും പൈസ ക്ലിയറായിട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ പൈസ ക്ലിയറായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 3 ആൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 3 ആളല്ലാതെ വേറെ കുറച്ച് അക്കൗണ്ടുകളിലേക്കും പോയി എന്നാണ് ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ? ഈ 3 ലേഡീസ് മാത്രമായിട്ട് ഇതിൻ്റെ ഒരു പ്ലാനിങ് പ്ലോട്ടിങ് മാസ്റ്റർ ബ്രെയിനായിട്ട് നിൽക്കാൻ എനിക്കെന്തോ ഇതിൻ്റെ പിന്നിൽ വേറെ ആരൊക്കെയോ ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ അന്വേഷിക്കേണ്ട ഒരു കാര്യം, ഈ 3 പേര് ഇതിന് മുമ്പ് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു, ആ സ്ഥാപനങ്ങളിൽ ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് പോലീസ് പരിശോധനയിൽ വന്നാൽ വളരെയധികം നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ പോലീസുകാർക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇവരുടെ അക്കൗണ്ടുകൾ. ഓക്കെ, ബാങ്ക് അക്കൗണ്ടുകൾ. ഇനിയിപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെയൊക്കെ പോകണം. കാരണം 69 ലക്ഷം എന്നുള്ളതാണ് ദിയ കൃഷ്ണ ആൻഡ് ഫാദർ പറയുന്ന ക്ലെയിം. 69 ലക്ഷം 69 ലക്ഷത്തിൻ്റെ ട്രാൻസാക്ഷൻ 3 പേരുടെ ബാങ്കിൽ നിന്ന്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 പേരും 3 സമയങ്ങളിലായിട്ട് അവരുടെ QR കോഡ് കാണിച്ചു കൊടുത്തിട്ടാണ് ഈ പൈസ മേടിച്ചിട്ടുള്ളത്. അത് മേടിച്ച ഉടനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കസ്റ്റമറിൽ നിന്ന് മേടിച്ച് കിട്ടിയ ഉടനെ തന്നെ ഇത് 3 പേരും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ കണ്ടീഷൻ, കഴിഞ്ഞ ദിവസം മീഡിയനെ കണ്ട് ദിയ കൃഷ്ണയ്ക്കും അച്ഛനുമെതിരെ ജാതി അടക്കം പറഞ്ഞ് അല്ലെങ്കിൽ ലൈംഗിക ആരോപണം അടക്കം പറഞ്ഞ ആർജവമൊന്നും ഇപ്പം പോലീസുകാർ മൊഴിയെടുക്കാൻ വിളിക്കുമ്പോഴോ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴോ ഇവർ കാണിക്കുന്നില്ല. ഈ 3 പേരും അഹാന നടത്തിയ ചോദ്യം ചെയ്യലിലെ കുറ്റസമ്മതം പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ദിയ കൃഷ്ണന്റെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർക്ക് തിരിച്ചടിയാവുകയാണ്. 2024 ജനുവരി മുതൽ കഴിഞ്ഞ മാസം വരെയുള്ള അക്കൗണ്ട് വിവരങ്ങൾ പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് സാധാരണയിലധികം പണം എത്തിയെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. 3 ജീവനക്കാർ പരസ്പരവും പണം കൈമാറി. അത് കടയിൽ നിന്ന് തട്ടിയെടുത്ത പണമാണോ എന്നാണ് ഇനി അറിയേണ്ടത്. അത് ഉറപ്പിക്കാനുള്ള വിശദ പരിശോധന പോലീസ് തുടരുകയാണ്. ഇന്നലെ മൊഴിയെടുക്കാനായി പോലീസ് ഇവരുടെ വീട്ടിലെത്തിയിട്ടും അവർ അവിടെ ഉണ്ടായിരുന്നില്ല. വക്കീലിനെ കാണാൻ പോയെന്നാണ് വീട്ടുകാർ അറിയിച്ചത്. ഇന്നും മൊഴിയെടുക്കാൻ എത്തിയില്ലെങ്കിൽ ജീവനക്കാർ മുങ്ങിയെന്ന് സംശയിക്കേണ്ടി വരുമെന്നാണ് പോലീസ് വിലയിരുത്തൽ. അതിനിടെ ജീവനക്കാർ ദിയ കൃഷ്ണന്റെ ഫ്ളാറ്റിൽ നിന്ന് കാറിൽ കയറി കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ബലപ്രയോഗം ഫോട്ടോകളിൽ കാണാനില്ല. അതിനാൽ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയും സംശയനിഴലിലാണ്. സാമ്പത്തിക തട്ടിപ്പ് സ്ഥിരീകരിച്ചാൽ പിന്നെ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ കേസ് നിലനിന്നേക്കില്ല. അപ്പോൾ കൗണ്ടർ കേസ് പൊളിയും. എന്നാലും മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടി ഇവർ പോകണം എന്നുള്ളൊരു നിലയാണ്. ഇനിയിപ്പോൾ പോലീസിന് മുന്നിൽ ഇന്നും മൊഴി കൊടുക്കാൻ ഈ 3 സ്ത്രീകൾ ചെന്നില്ല എന്നുണ്ടെങ്കിൽ മുങ്ങി എന്നുള്ള കാര്യം ഉറപ്പായിരിക്കില്ലേ. ഇനി പലരും ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ അടിയിലും പിന്നെ ഇവർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കിനടിയിലൊക്കെ കമൻ്റ് ഇട്ട് ഞാൻ കണ്ടു. ദിയ കൃഷ്ണയുടെ ഹെൽത്ത് ഒക്കെ അവർ ക്യാരിയിങ് ആണ്, പ്രഗ്നൻ്റ് ആണ്. ആ സമയത്ത് നിനക്ക് ബാക്കി എല്ലാ പരിപാടിക്കും ഭയങ്കരമായിട്ടുള്ള സമയം ഉണ്ടായിരുന്നു, കട നോക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഇങ്ങനെ നിൻ്റെ ഹെൽത്ത് അവരൊരു ഡൗട്ട് ചെയ്യുന്ന പോലത്തെ ഒരു കാര്യം എനിക്ക് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ നിന്ന് വായിക്കാൻ പറ്റി. ഒരു വട്ടം എന്നെ ബോഡി ഷെയിം ചെയ്തൊരു കമൻറ്റ്, ഒരു വീഡിയോനടിയിൽ ഒരു കമൻറ്റ് ദിയ കൃഷ്ണ ഇട്ടതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ദിയ കൃഷ്ണ എനിക്ക് പേഴ്സണലി വന്ന് മെസ്സേജ് അയച്ച്, ഞാൻ ദിയ കൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പല രീതിയിൽ ഞാനും കോണ്ടൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർ കൃത്യമായി ഇത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, സോറി പറയാറുണ്ട്. അന്ന് അവർ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അന്ന് അവരെന്നോട് ഇത് പുറത്ത് പറയരുതെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനതൊന്നും പറഞ്ഞതുമില്ല. ഓക്കെ, പക്ഷേ ഐ ഫീൽ ലൈക്ക് ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഓക്കെ, ഇത് റൈറ്റ് ടൈമാണ് തോന്നുന്നു. അവരെന്നോട് പറഞ്ഞത് അവർ ഒരുപാട് മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവർ അന്ന് ഈ ഇഷ്യൂസ് നടക്കുമ്പോൾ അവർ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അവർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ കുറേ ഇങ്ങനത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് അത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ബിക്കോസ് അണ്ടർ മെഡിക്കേഷനാണ് അവർ. ഓക്കെ, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി പറഞ്ഞ് എന്നോട് അപ്പോളജി പറഞ്ഞു പോയ ഒരാളാണ് ദിയ കൃഷ്ണ. ഞാനും തിരിച്ച് എൻ്റെ ഭാഗത്തുനിന്നൊരു വീഡിയോ വരുമ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഐ ഓൾസോ അപ്പോളജൈസ് എന്നുള്ള രീതിയിൽ ഞാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കോൺവെർസേഷൻ ഞാനങ്ങനെ അവിടെ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിവിടെ വെക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ കണ്ടീഷൻ, മെൻ്റൽ കണ്ടീഷൻ നേരിടേണ്ടി വരും എന്നുള്ളതും കൂടി ദയവ് ചെയ്തിട്ട് പൊതുജനങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. ഇനി കൃഷ്ണകുമാർ 24 ന്യൂസിൻ്റെ ഒരു ഡിബേറ്റിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇത് കുറച്ചൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. പ്രശ്നങ്ങൾ ഈ സംഭവം കഴിഞ്ഞ ദിവസം ഞങ്ങൾ രാത്രി വരുമ്പോൾ മോൾ ഓടിച്ചോണ്ടുവന്ന കാറിനെ തടഞ്ഞു നിർത്തി ഒരുത്തൻ ചീത്ത വിളിക്കുക. എൻ്റെ വീഡിയോ ഉണ്ട്. ഇതൊന്നും ഞങ്ങൾ പുറത്തോട്ട് വിട്ടിട്ടില്ല. ഞങ്ങൾ പോലും ഇന്നത്തെ ദിവസം ഈ മാധ്യമങ്ങളോട് ഒരു അക്ഷരം ഇന്നെത്തിയതുവരെ ഞങ്ങൾ മിണ്ടിയിട്ടില്ല.
ഇന്നിത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്രമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഈ വാർത്ത വന്നു എന്നാണ് പറയുന്നത്. കണ്ടോ, ഇവിടെയാണ് എൻ്റെ ഡൗട്ട്. ഇതിൽ ഭയങ്കരമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ സംശയമുണ്ട്. ഇവരെ ത്രട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെ ഇവരെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ അടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ അടിച്ചു മാറ്റിയ പൈസയ്ക്ക് ഇവരിനി മുന്നോട്ട് എങ്ങോട്ടും പോകരുത് എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ആരുടെയോ ഭാഗത്തു നിന്ന് നടന്നിട്ടുണ്ട്. ഈ 3 ലേഡീസ് അല്ലാതെ. അല്ലെങ്കിൽ ഇത് കൃഷ്ണകുമാർ സത്യം പറഞ്ഞാൽ ഇത് പുറത്ത് വിടണം, അല്ലെങ്കിൽ പോലീസിന് കൊടുക്കണം. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ദിയക്കെതിരെ അങ്ങനെ ഒരു അറ്റാക്ക് നട്ടപ്പാതിരയ്ക്ക് കാറിൽ പോകുമ്പോൾ ഒരാൾ വന്ന് ത്രട്ടൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി പുറത്ത് വിടണ്ടേ? അതും കൂടി വിടണം, അല്ലെങ്കിൽ പോലീസിന് നിങ്ങളത് ഹാൻഡ് ഓവർ ചെയ്തേ പറ്റൂ. ഇവിടെയൊക്കെയാണ് സംശയം വരുന്നത്. ഇതിലെവിടെയോ ഒരു ഗൂഢാലോചന ദിയാകൃഷ്ണയ്ക്കെതിരെയും ഈ ഫാമിലിക്കെതിരെയും ആരൊക്കെയോ കൂടി നടത്തിയോ എന്നുള്ളത്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ചെക്ക് എഴുതി വാങ്ങിയെങ്കിൽ ഒറ്റ കാര്യം ചോദിക്കൂ, ആ ചെക്കിൻ്റെ നമ്പർ ഒന്ന് പറയാൻ പറഞ്ഞാൽ മതി. ആ വാങ്ങിച്ച ചെക്കിൻ്റെ നമ്പർ ഒന്ന് പറയാൻ പറഞ്ഞാൽ മതി. ഇവരെ ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്ന ലെറ്ററിൻ്റെ കോപ്പി ഞങ്ങളുടെ ഉണ്ട്, ചെക്ക് തന്നിട്ടില്ല. ചെക്കിൻ്റെ ഫോട്ടോ അവരൊന്ന് തരാൻ പറയൂ. ആ ഫോട്ടോ അവരുടെ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഉണ്ട്. ഒറ്റ ചോദ്യം ചോദിക്കൂ, ഏത് ബാങ്കിലെ ചെക്ക് നമ്പർ ഒന്ന് ചോദിച്ചാൽ മതി. അതെ, അപ്പൊ ഇതിൽ ഈ ആളുകൾ 10ഓളം ആളുകൾ ഉണ്ടായിരുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അത് തട്ടിക്കൊണ്ടുപോകൽ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. നോക്കൂ, 10 അല്ല 15-20 ഉണ്ട്. കാരണം അല്ല, ഒറ്റക്കാര്യം കേൾക്കൂ. അവർ തന്നെ പറഞ്ഞല്ലോ, അവർ പറഞ്ഞിരിക്കുന്ന ആരൊക്കെയാണ്? ഡ്രൈവർമാർ, ഇവിടുത്തെ സ്റ്റാഫ്. എൻ്റെ ഓഫീസാണ് ഇവിടെ തുറന്നു കിടക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരും ഡെയിലി വരുന്നതാണ്. രാഷ്ട്രീയപരമായിട്ടും സിനിമാപരമായിട്ടും പല കാര്യങ്ങളായിട്ട് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നു. ഇവിടെ ധാരാളം ആൾക്കാരുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനും പറയുന്നത്, ഇതിൽ ഒളിച്ച് തട്ടി ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഇത്രയും ആൾക്കാർ നിൽക്കുന്നു. ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഉണ്ട്, ഇവിടുത്തെ സ്റ്റാഫുകളുണ്ട്. അവർ പറഞ്ഞ് ശരി തന്നെ. അപ്പോൾ ഇതിനൊക്കെ അവരൊരു ഫ്ലാറ്റിൽ വന്നു. എൻ്റെ മകൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ ഓഫ് കോമൺ ഹാളാണ്, അവിടെ ഇരുന്നാണ് സംസാരിച്ചിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് ഈ സ്ഥാപനത്തിൽ വന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് 1.5 വർഷമായി. എൻ്റെ ഓഫീസിൽ എൻ്റെ എല്ലാവരുടെയും ഡീറ്റെയിൽ ഈ കുട്ടികൾക്ക് അറിയാമല്ലോ. ഞങ്ങളുടെ ഡ്രൈവറിൻ്റെ പേരറിയാം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാവുന്നവരല്ല. അല്ലാതെ ഈ സന്തോഷ് ആയിരുന്നു എല്ലാം ഇവർക്കറിയാമല്ലോ. സന്തോഷ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കോട്ടക് ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം VRS എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം ബിസിനസ് ഉള്ളതാണ്. എൻ്റെ സ്ഥാപനത്തിൽ എന്നും വരുന്ന വ്യക്തിയാണ്. ആരാ ഈ പോലീസ് എന്ന് വരുത്ത് പറഞ്ഞത്? ഇവർക്ക് അദ്ദേഹം പോലീസാണെന്ന് അവർക്ക് തോന്നി. ഇപ്പൊ എന്ത് ചെയ്യാനാണ്? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എക്സാക്റ്റ് കാര്യമാണ് ഇവിടെ കൃഷ്ണകുമാർ പറയുന്നത്. ഈ 1.5 വർഷമായിട്ട് ദിയാകൃഷ്ണ എന്താണെന്നും ദിയാകൃഷ്ണയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതും ഫങ്ഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാം ചെയ്യുന്ന ഈ 3 പെൺകുട്ടികൾക്ക് ഓക്കെ, ഇവർക്ക് അറിയാത്ത ഒരാളൊന്നും അല്ല ഇവർ. ഈ പോലീസ് അട്ടർ നുണ ബിൽഡ് ചെയ്തതാണ്, മനസ്സിലായോ? ഒരാളെ പോലീസാണെന്ന് പറയുന്നു, ചെക്ക് വാങ്ങി എന്ന് പറയുന്നു. നീ പെൺവാണിപത്തിലുള്ള ആളാണോ എന്ന് നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. കൗണ്ടർ കേസിനകത്ത് ഈ പറഞ്ഞ കൃഷ്ണകുമാർ മോശമായിട്ട് വരെ പെരുമാറാൻ അപ്രോച്ച് ചെയ്തു എന്ന് പറയുന്നു. പക്ക ഫാബ്രിക്കേറ്റഡ് സാധനം അല്ലേ? ഇനി ദിയാകൃഷ്ണൻ ഇന്ന് മീഡിയയ്ക്ക് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ദിയയോട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ശ്രദ്ധിക്കാതെ പോയത് എന്നുള്ളത്. അതിനൊരു ഉത്തരം തരുന്നുണ്ട്. ബേസിക്കലി ഒരു ട്രാൻസാക്ഷൻസും എനിക്ക് വന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞു കുഞ്ഞു പേയ്മെന്റ്സ് ഇല്ലേ, അതായത് 600 രൂപ 700 രൂപ അങ്ങനെയുള്ള പേയ്മെന്റ്സ് ഒക്കെ ഡെയിലി ഒരു 2-3 കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇവർ എന്റെ QR കോഡ് തന്നെ കാണിച്ച്, അതായത് ഒറ്റയ്ക്ക് കയറി വരുന്ന കസ്റ്റമേഴ്സ് ഇല്ലേ, അവരിതുപോലെ ചെറിയ പേയ്മെന്റ് വരുന്നവർക്ക് കാണിച്ചു കൊടുക്കും. പക്ഷെ ഒരു 5-6 പേര് നിൽക്കവേ അവരാർക്കും ഈ QR കോഡ് കാണിക്കത്തില്ല. കാരണം ഒരാൾക്ക് കാണിച്ചാൽ മറ്റാൾക്ക് എന്താ കാണിക്കാത്തെന്ന് ഒരാൾ ചോദിക്കും. അതുകൊണ്ട് ഒറ്റ ആൾക്കാർ ചെറിയ പേയ്മെന്റ് ആണ് പേയ്മെന്റ്സ് അവരെനിക്ക് ഭയങ്കര ഇതായിട്ട് തരുമായിരുന്നു. അവരെനിക്കിങ്ങനെ പിച്ച തരുന്നത് പോലെ എനിക്ക് തരുമായിരുന്നു. എന്നിട്ട് ഞാൻ ഫുൾ ടൈം ഓഫ്കോഴ്സ് ഇവരെ വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ ആരും ഒരു വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കത്തില്ലല്ലോ. ഞാൻ ഇവർ വരുന്ന ടൈം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പോകുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് ചില കസ്റ്റമേഴ്സ് വരുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പേയ്മെന്റ് ചെയ്യുന്ന ആ ഒരു തക്കം വരെ നമ്മളിങ്ങനെ നോക്കിയിരിക്കണമെങ്കിൽ അത് അത്രയ്ക്ക് നമ്മൾ അവിശ്വാസം ചെയ്യുന്ന ഒരാളെ ആയിരിക്കണം. എനിക്ക് അത്രയ്ക്കും ട്രസ്റ്റ് അവരുടെ മേലുണ്ടായിരുന്നു. കാരണം 1 വർഷമായിട്ട് അവിടെ നിൽക്കുകയല്ലേ. അത് 3 സ്ത്രീകളാണ്. 3 പേർക്കും എൻ്റെ ഒരു സിറ്റുവേഷൻ അറിയായിരിക്കും. എനിക്ക് വയ്യ എന്നുള്ളത് ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് കരഞ്ഞിട്ട് വരെയുണ്ട്. എനിക്കിതുപോലെ ഒരുപാട് കംപ്ലയിൻസ് ഒക്കെ വരുന്നു, നിങ്ങളെ കാരണം നിങ്ങളുടെ പാക്കിംഗ് ഇഷ്യൂസ് കാരണമാണ്, അപ്പോൾ ദയവ് ചെയ്ത് ഇനി മിസ്റ്റേക്സ് ഒന്നും വരുന്നത് ഞാൻ ഇവരുടെ മുമ്പിൽ വെച്ച് കരഞ്ഞിട്ട് വരെയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവരെ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചത്? ഇങ്ങനെ ഈ കംപ്ലയിൻസ് ഒക്കെ ഒരുപാട് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടും ബേസിക്കലി എന്റെ വീക്ക്നെസ് തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കാം. എന്റെ വീക്ക്നെസ് ആണ് അവരവിടെ കണ്ടിന്യൂ ചെയ്യാൻ അലൗ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ ദിയാകൃഷ്ണ പറഞ്ഞ ഈ പാക്കിങ്ങിൻ്റെ വിഷയമാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, ഇവിടെ ദിയാകൃഷ്ണയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അത് ഭയങ്കരമായി ഡാമേജ് ആയി എന്ന് പറഞ്ഞ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒക്കെ ഉപ്പും മുളകും ലൈറ്റിലെ അമ്മ അതിൻ്റെ മുകളിൽ നിന്ന് പ്രശ്നങ്ങൾ തുടങ്ങി. ദിയാകൃഷ്ണ അത് അഡ്രസ്സ് ചെയ്ത രീതി വളരെ എന്താ പറയുക അട്രോഷ്യസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ആ പണി, അതായത് വരുന്ന ഓർഡറുകൾ
അതിൽ ഡാമേജ്ഡ് പ്രൊഡക്ട്സ് വെച്ച് ദിയാ കൃഷ്ണനെ എന്നിട്ട് എന്താ പറയുക, ആ ബ്രാൻഡിനെ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന രീതിയിലേക്ക് ഈ 3 പ്രവർത്തിച്ചു, ഈ 3 ലേഡീസ് പ്രവർത്തിച്ചു എന്നുള്ളൊരു സംശയം ഇപ്പം എനിക്ക് വരികയാണ്. കാരണം ആ വിഷയം ഉണ്ടായത് ഈ ഒരു കൊല്ലത്തിനിടയിലാണ്. ആ വിഷയം ഉണ്ടാകുന്ന ആ ഒരു കൊല്ലത്തിൻ്റെ സ്പാനിനിടയിൽ ഇതേപോലെ ഡാമേജ്ഡ് പ്രൊഡക്ട്സ്, ഇപ്പോൾ ഒരു ബ്രാൻഡിനെ തകർക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന വ്യക്തി, ഇപ്പോൾ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളി, അവർക്കൊരു പാർസലിൻ്റെ ഓർഡർ വന്നു, ബിരിയാണി പോണ വഴിക്ക് അവർ ബിരിയാണിയിൽ വേണച്ച് കരുതി കൂട്ടി വല്ല കല്ലോ വല്ല പാറ്റേനോ ഇട്ട് വിട്ടാൽ പോരെ, അയാളുടെ പണി പോവും, സ്ഥാപനം പൂട്ടിപ്പോവും. അതിൻ്റെ ആവശ്യം, അയാളുടെ ആവശ്യം അതായിരിക്കും, ആ വർക്കറിൻ്റെ ആവശ്യം അതായിരിക്കും. പക്ഷെ പണി കിട്ടുന്നത് ഇതിൻ്റെ ഓണർക്കല്ലേ. അതേപോലെ തന്നെ ദിയാ കൃഷ്ണ ഒരു ഓർഡർ വരുന്ന സമയത്ത് ആ ഓർഡറിൽ പൊട്ടിയതും പൊളിഞ്ഞതും, അല്ലെങ്കിൽ ഒരു പേരിൽ 2 എണ്ണമെങ്കിലും ഒറ്റ പേർ 1 മാത്രം വെക്കുക, അങ്ങനത്തെ ഒക്കെ രീതിയിൽ ഡാമേജ്ഡ് സാധനങ്ങൾ വാണ്ടഡ്ലി അയച്ച് ഈ ബ്രാൻഡിനെയും ദിയാ കൃഷ്ണനെയും പൊട്ടിക്കാൻ ഇവർ നോക്കിയിട്ടുണ്ടെങ്കിലോ, മനസ്സിലായോ? അങ്ങനെ ഒരു സ്കീമുണ്ട്. കാരണം അങ്ങനെ ആ സ്ഥാപനം പൂട്ടിപ്പോയാൽ, ഒരു സ്ഥാപനം അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു പോയാൽ പിന്നെ ഇവർ നടത്തിയ തട്ടിപ്പൊന്നും പുറത്തു വരില്ലല്ലോ, പിന്നെ അതിൻ്റെ ഒരു ഓഡിറ്റും ഇല്ല. കാരണം ഓൾറെഡി ആ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ ഇന്ന് പൈസ പോയി, ഇതേപോലെ പൈസ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ദിയാ കൃഷ്ണൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുമോ? ഇല്ല. അപ്പം അതിനു വേണ്ടി കരുതിക്കൂട്ടി അന്നൊരു മാനിപ്പുലേഷൻ അവിടെ ഈ പറഞ്ഞ 3 പേരുടെ ഭാഗത്തുനിന്ന് വന്നോ എന്നുള്ളൊരു സംശയം ഇപ്പം എനിക്ക് പേഴ്സണലി തോന്നുകയാണ്. ഓക്കെ, അപ്പം എന്താണെങ്കിലും നമുക്ക് ഇതുവരെ കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് എന്താണോ പൊതുജനം ഇതിൽ മെജോറിറ്റി ആളുകളും ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് ജാതി കാർഡ് ഇറക്കിയിട്ടും കാര്യമില്ല, ഇനി ഇതിൻ്റെ മുകളിൽ വിക്ടിം കാർഡ് ഇറക്കിയിട്ടും കാര്യമില്ല, കൃഷ്ണകുമാറിനെയോ മക്കളെ അഹങ്കാരികളാണെന്നോ അല്ലെങ്കിൽ വേറെ എന്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ വിഷയത്തിൽ കേട്ടോ, ഈ പർട്ടിക്കുലർ വിഷയത്തിൽ. കാരണം തെറ്റ് ചെയ്തവരുടെ മുഖത്ത് അത് കൃത്യമായിട്ടുണ്ട്. അവരന്നേ ദിവസം ഇട്ട് വന്ന ടീഷർട്ടിൻ്റെ മുകളിലും ഡ്രാമ എന്ന് വരെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചില കാര്യങ്ങൾ. നമ്മൾ എത്ര മറച്ചു വെക്കാൻ നോക്കിയാലും അതെങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് പുറത്ത് വരും, ഇവിടെ വരാതിരിക്കൊന്നുമില്ല. അപ്പോൾ ലെറ്റ് സി 2 ദിവസം കൊണ്ട് എന്താണെങ്കിലും ഈ അപ്പോഴും 69 ലക്ഷം രൂപ അവരെടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതിൻ്റെ അത് മാത്രമല്ല, ഇവരൊക്കെ വല്ല അസറ്റ്സും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ വീടിനടുത്തുള്ള ഒരു ലേഡി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അവരന്വേഷിച്ച സമയത്ത് ഈ ഗോൾഡൊക്കെ ഇവർ പണയം വെച്ചൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇനി വല്ല വീട് മേടിച്ചിട്ടുണ്ടോ, കാറ് മേടിച്ചിട്ടുണ്ടോ, അങ്ങനെ അസറ്റ്സ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി പോലീസ് അന്വേഷിക്കണം. എനിക്ക് തോന്നുന്നു അങ്ങനെ അന്വേഷണത്തിൽ വരുമോടെ, 2-3 ദിവസം കൊണ്ട് അതും പുറത്ത് വരും.